ഇപ്പോൾ ഉള്ളേരിയിൽ വി.ഡി. സതീശൻ അനുകൂലികൾ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. പട നയിച്ചവൻ നാടു നയിക്കുമെന്ന ബാനർ ഏന്തിക്കൊണ്ട് വി.ഡി. സതീശൻ അനുകൂലികൾ കോഴിക്കോട് വീണ്ടും പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കോൺഗ്രസിന്റെ കൊടി പിടിച്ചുകൊണ്ട് തന്നെയാണ് പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് വലിയ തോതിൽ പ്രതിഷേധം ഇപ്പോൾ കോൺഗ്രസ് അണികളുടെ ഭാഗത്തുനിന്ന് വീണ്ടും ഉണ്ടാകുന്നത്. കോഴിക്കോട് ഉള്ളേരിയിലാണ് ഈ പ്രതിഷേധം, നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഷഹദ്, ഇന്നലെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം, ഇതിൽ എത്രത്തോളം പങ്കാളിത്തം? ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഉള്ളേരിയിലാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ പ്രതിഷേധ പ്രകടനം നടത്തുന്നതിനുമൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയതാണ്. പ്രത്യേകിച്ച് ഇന്ന് പൊതുമധ്യത്തിൽ ഇറങ്ങി നിന്ന ഇത്തരത്തിൽ പ്രതിഷേധം നടത്തരുത് എന്ന് പറഞ്ഞതാണ്. പക്ഷെ അതിനെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധം. പട നയിച്ചവൻ കേരളം ഭരിക്കട്ടെ എന്നതാണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി ഉയർത്തിക്കാട്ടുന്നത്. ഇപ്പോൾ ഇത് ആരുടെ നേതൃത്വത്തിലാണ്? കോൺഗ്രസിന്റെ ആളുകൾ തന്നെയാണ്. അതെ, കോൺഗ്രസിന്റെ ആളുകൾ തന്നെയാണ്. കോൺഗ്രസിനെ സ്നേഹിക്കുന്ന കോൺഗ്രസിന്റെ പ്രസ്ഥാനം നെഞ്ചിലെത്തുന്ന ആളുകളാണ് ഇത്. ഇപ്പം ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത്തരത്തിൽ പരസ്യമായിട്ട് ഇറങ്ങരുത് എന്ന് നേതാക്കൾ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങാൻ കാരണം? കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ കോൺഗ്രസിന് പ്രയാസം കണ്ട സമയത്ത് അതിശക്തമായ നിലപാടുമായി കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ച നേതാവാണ് വി.ഡി. സതീശൻ. അതുകൊണ്ട് വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരണമെന്ന് ഇവിടെ ഇരിക്കുന്ന അപാലബുദ്ധം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. മറിച്ചൊരാൾ വരും എന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടോ പ്രവർത്തകർക്ക്? അങ്ങനെ സംഭവിക്കാൻ ഇപ്പോൾ കേരള നാട്ടിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഏറ്റവും പ്രയാസം നേരിട്ട കാലഘട്ടത്തിൽ പാർട്ടിയെ മുന്നോട്ട് നയിച്ച നേതാവ് തന്നെ കേരളത്തെ നയിക്കണമെന്നാണ് പറയുന്നത്. മാധു, അങ്ങനെയാണ്. അതായത് ഈ പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെ രക്ഷിച്ച ആളാണ് വി.ഡി. സതീശൻ. അതുകൊണ്ട് വി.ഡി. സതീശൻ തന്നെയായിട്ട് മുഖ്യമന്ത്രിയായിട്ട് വരണം എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ഇവിടെയുള്ള പ്രവർത്തകർ പറയുന്നത്. തങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരാണ്. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരായ ഞങ്ങൾ ഈ ഘട്ടത്തിൽ, അതായത് കോൺഗ്രസിനെ രക്ഷിച്ച ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ച ഈ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത്, ഇന്നലെ നേതാക്കളൊക്കെ തന്നെ FB പോസ്റ്റും പ്രസ്താവനയും ഒക്കെ ആയിട്ട് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് നേതാക്കളൊക്കെ തന്നെ പ്രധാനമായിട്ടും പറഞ്ഞത് പരസ്യമായ ആളുകൾ ഇനി ഇത്തരത്തിൽ പൊതുമധ്യത്തിലേക്ക് ഇറങ്ങരുത്, മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അത് നിർത്തണം, വ്യക്തിഹത്യ നടത്തുന്നത് നിർത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോഴിക്കോട് ഇത്തരത്തിൽ ഒരു പ്രകടനം നടത്തുന്നത്. അതിൽ ഇപ്പോൾ അതിൽ ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ ഉണ്ട്, വി.ഡി. സതീശന്റെ ഫോട്ടോ ഉണ്ട്, അതുപോലെ തന്നെ കെ. കരുണാകരന്റെ ഫോട്ടോ ഉണ്ട്. അങ്ങനെ നിരവധി മുതിർന്ന നേതാക്കളുടെ ഒക്കെ തന്നെ ഫോട്ടോകൾ ഇതിൽ വെക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഉള്ളേരി പരിസര പ്രദേശങ്ങളിലൊക്കെ വലിയ മഴയാണ്, പ്രത്യേകിച്ച് മഴ തുടങ്ങിയിരിക്കുന്നു. പക്ഷെ അതിനെ അവഗണിച്ചാണ് ഇപ്പോൾ ഈ പ്രവർത്തകരൊക്കെ തന്നെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് പ്രതികരണങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു.